ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വെച്ചാൽ, ഓരോ ദൈവമക്കളുടെയും കുടുംബജീവിതം യോജിപ്പിക്കേണ്ടത് ദൈവമാണ്. ദൈവമായ കർത്താവാണ് കുടുംബത്തെ ഒന്നിപ്പിക്കേണ്ടത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്നണേ ഞാൻ നൽകുമെന്നാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്. നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്നല്ല. ഇപ്പം ദൈവം തരുന്നത് ഏറ്റവും സുന്ദരമാണ്. ദൈവകരങ്ങളിൽ നിന്നാണ് ദൈവമക്കൾ എല്ലാം സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് കുടുംബവും കുടുംബ ബന്ധങ്ങളും സ്വീകരിക്കേണ്ടത് ദൈവകരങ്ങളിൽ നിന്നാണ്. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നതെല്ലാം നമുക്ക് ചോദിച്ച് നേടിയെടുക്കാനേ കഴിയുള്ളൂ. എബ്രായ ലേഖനത്തിലെ 13-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ. എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടാൻ ഇടയാകട്ടെ എന്നാണ്. ദൈവമക്കളായ മാതാപിതാക്കള് മക്കൾ ജനിക്കുമ്പോൾ തന്നെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം കണ്ണുനീരൊഴിക്കുകയും ചെയ്യണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തിന്മ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മക്കൾ കുറ്റമറ്റവരായി തീരുവാൻ വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരു പിൻബലമായി തീരണം. അതുപോലെ തന്നെ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർ നശിച്ചു പോകാതിരിക്കുവാനും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവകരങ്ങളിൽ നിന്നും എല്ലാം മക്കൾ സ്വീകരിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ നിരന്തരം ഒരു പ്രാർത്ഥന രൂപപ്പെടുത്തിയെടുക്കണം. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അബ്രഹാം തൻ്റെ മകൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകുലതയും വർദ്ധിച്ചപ്പോൾ അബ്രഹാം തൻ്റെ ദാസനെ വിളിച്ചിട്ട് അബ്രഹാമിൻ്റെ തൊടയിൽ കൈവച്ച് സത്യം ചെയ്യിപ്പിക്കുകയാണ്. തൻ്റെ കുലത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മാത്രമേ എൻ്റെ മകന് ഭാര്യയായി സ്വീകരിക്കാവുള്ളൂ. ദൈവഭയമുള്ള ദൈവസ്നേഹമുള്ള ഒരു ദാസനെ വിളിച്ചിട്ടാണ് തൻ്റെ മകന് പെണ്ണിനെ അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. ഇനി ആ ദൂതൻ ചെയ്തെന്താണ്? ഇസഹാക്കിൻ്റെ വധുവിന് വേണ്ടി ദൈവത്തിരുമുമ്പിൽ ആ ദൂതൻ മുട്ടുമടക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് 3-4 അടയാളങ്ങൾ ചോദിച്ചു മേടിക്കുകയാണ്. ഇന്ന് പലരും ചെറുക്കനെയും പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടി കരസ്മാറ്റിക്കാരുടെ പ്രാർത്ഥിക്കുന്നവരോട് മെസ്സേജ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും മക്കളുടെ വിവാഹത്തിന് വേണ്ടി മെസ്സേജ് ചോദിക്കരുത്. മെസ്സേജ് ആരെങ്കിലും പറയുന്നെങ്കിൽ തന്നെ അത് തെറ്റാണ്. വിവാഹത്തിന് വേണ്ടി മെസ്സേജ് പറയരുതെന്നുള്ളതാണ് ദർശനങ്ങളുടെ വരങ്ങളുടെയും ഉപയോഗിക്കുന്നതിൻ്റെ നിയമവശം തന്നെയാണ്. അതിൻ്റെ ക്രമം തന്നെ ആ വക കാര്യങ്ങളിൽ മെസ്സേജ് ഒന്നും പറയരുത്. മറിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവകരങ്ങളിൽ നിന്നും തൻ്റെ മകൾക്ക് തൻ്റെ മകന് വേണ്ടി വധുവിനെയും വരനെയും സ്വീകരിക്കുവാൻ മാതാപിതാക്കൾ ഒരായുസോളം ഒരുങ്ങേണ്ടതായിട്ട് തന്നെയുണ്ട്. ദൈവകരങ്ങളിൽ നിന്നും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം തൻ്റെ വിശ്വസ്തനായ ഒരു മൂന്നാമനെ അയക്കുകയാണ്. നമ്മളിന്ന് മൂന്നാമനെയും ബ്രോക്കർമാരെയൊക്കെ അയക്കുമ്പോൾ അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. നമ്മൾ കൊടുക്കുന്ന പണത്തിൽ അവർ ശ്രദ്ധ വെക്കാതെ ദൈവസ്നേഹമുള്ള ഇത്തരക്കാരെ കിട്ടുവാനും അവർ അനുയോജ്യമായത് കണ്ടെത്തുവാനും അവർ നമ്മുടെ മകനെ മകളെ വഞ്ചിക്കാതിരിക്കുവാനും വേണ്ടി അവരിൽ ദൈവസ്നേഹം നിറയാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് ഒരുക്കി തന്നെ വിടുമ്പോഴാണ് ഇത് നടക്കുക. തോബിത്ത് തൻ്റെ ജീവിതത്തിൽ വളരെയേറെ തകർച്ചകളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ. ഒരു കാലഘട്ടത്തിൽ സമ്പത്തുണ്ടായിരുന്നു, അനേകർക്ക് ദാനധർമ്മം ചെയ്തു, അനേകരെ സഹായിച്ച് ദൈവത്തെ സ്നേഹിച്ചു മകനെ കുഞ്ഞുനാൾ മുതലേ വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സമ്പത്ത് മുഴുവൻ പെട്ടെന്ന് ക്ഷയിക്കുന്നു, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു, ഭാര്യ തോബിത്തിനെ തള്ളിപ്പറയാണ്. ആ സമയങ്ങളിൽ തൻ്റെ മകനെക്കുറിച്ചുള്ള ആദി ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ദൈവ തിരുസന്നിധിയിൽ ചങ്കുപൊട്ടി കരയുകയാണ് ഒരപ്പൻ മകന് വേണ്ടി കരയുന്നു, മകൻ്റെ ഭാവിക്ക് വേണ്ടി കരയുന്നു. ദൈവത്തെ സ്നേഹിച്ച തോബിത്തിൻ്റെ നിലവിളിയുടെയും സങ്കടത്തിൻ്റെയും ഒടുവിൽ വലിയൊരു ശാന്തത അനുഭവപ്പെടുമ്പോൾ വലിയ ദർശനം തോബിത്തിന് അനുഭവപ്പെടുകയാണ്. തൻ്റെ മകനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തോബിത്ത് പറയുന്നൊരു ഉപദേശമുണ്ട്. മകനെ, നമ്മൾ ദരിദ്രനായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നീ പാപത്തിൽ നിന്നും പിന്മാറി ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഈ പ്രവർത്തികൾ ചെയ്ത്
ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചാൽ നിനക്ക് ഒരുപാട് സമ്പത്ത് വരും. ആ സമയം ഒരു മകനു വേണ്ടി അപ്പൻ ഒരു സ്ഥലത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കിളിവാതിലിനോട് ചേർന്ന് ജനലിനോട് ചേർന്ന് കണ്ണുനീര് പൊട്ടി ചങ്കു പൊട്ടിക്കരയാണ്. തൻ്റെ ഭാവിയെ ഓർത്തും തൻ്റെ അപ്പനെ ഓർത്തും കരയുകയാണ്. ഒരു രാത്രി 7 ഭർത്താക്കന്മാരെ പല ദിവസങ്ങളുമായിട്ടും പിശാച് കുടുംബജീവിതത്തിൻ്റെ മധ്യത്തിൽ കടന്നുകൂടിയിട്ട് അപകരിക്കുകയാണ്. കുടുംബജീവിതത്തെ തകർക്കാൻ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തി എപ്പോഴും ഉണ്ട്. അതിനെ എതിർക്കണമെങ്കിൽ തെളിഞ്ഞു നിന്ന് പൊരുതുവാനുള്ള കൃപ നമ്മൾ സ്വീകരിക്കണം. സാറ 7 ഭർത്താക്കന്മാരെ സ്വീകരിച്ചു. ഓരോ രാത്രിയും 7 ഭർത്താക്കന്മാരുടെയും ജീവൻ അപകരിച്ചു. ഒടുവിൽ തൂങ്ങി മരിക്കാമെന്ന് തോന്നിയാണ്. ഹൃദയത്തിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ എല്ലാറ്റിലും ഉപരിയായിട്ട് 7 ഭർത്താക്കന്മാരെയും കൊന്നത് സാറായാണെന്നുള്ള കുത്തുവാക്കുകൾ കേട്ട് മടുത്തുപോയി സാറായ്ക്ക്. അവളുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ വേദനയായിരുന്നു സഹപാഠികളിൽ നിന്നും കേട്ട വാക്കുകൾ. ഇവിടെ കേട്ട വാക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരുപാട് വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോഴും അമ്മായിയമ്മയിൽ നിന്നും നാത്തൂനിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും ചില വാക്കുകൾ നിങ്ങളെ തളർത്താതില്ലേ? സാറായെ തളർത്തി. അതുകൊണ്ടാണ് സാറ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോഴും തൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ മനസ്സ് മാറ്റി. ഒടുവിൽ അവൾ തിരിച്ചറിയുകയാണ്, ഇത് ദൈവത്തിനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ജനലിൻ്റെ മധ്യേ മാറി നിന്നുകൊണ്ട് ചങ്കുപൊട്ടി നിലവിളിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാറയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ഈ വരികൾ എഴുതിയിരിക്കുകയാണ്. ഇരുവരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒരു സൈഡിൽ മകനെക്കുറിച്ചുള്ള വേദനയിൽ അപ്പൻ പ്രാർത്ഥിക്കുന്നു, മറ്റൊരു സൈഡിൽ മരുമകളാകാൻ വരാനിരിക്കുന്ന പെണ്ണിൻ്റെ നിലവിളിയും പ്രാർത്ഥനയും. രണ്ടുപേരുടെയും പ്രാർത്ഥന ഒരേ സന്നിധിയിലെത്തുന്നു. അങ്ങനെയാണ് തോബിയാസ് സാറാനെ ജീവിതസഖിയായി സ്വീകരിക്കുന്നത്. സന്തോഷകരമായ കുടുംബജീവിതം, ആനന്ദകരമായൊരു കുടുംബജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാക്കരുത് എന്ന് വെച്ചാൽ ദൈവം ആശീർവദിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി, ഒരു പുരുഷൻ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നാൽ കുടുംബം തകരും. അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തി കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിള്ളലുണ്ടാകും. ബൈബിളിൽ ഏറ്റവും ജ്ഞാനമുണ്ടായിരുന്ന, ജ്ഞാനം കൊണ്ട് അതിസമ്പന്നനായ ഒരു വ്യക്തിയുടെ പേരാണ് സോളമൻ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുകയാണ് സോളമൻ്റെ അധപ്പതനം. കാരണം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് 2 പ്രാവശ്യം പറഞ്ഞു, സോളമൻ, നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയം അവരുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. എത്രയോ ക്രൈസ്തവ പെൺകുട്ടികൾ, എത്രയോ ക്രൈസ്തവ ആൺകുട്ടികൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, ഇന്നലെ കണ്ടൊരു ചെറുക്കന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ചങ്കിൽ ചവിട്ടിയിട്ട് കടന്നു പോകുന്നു. പിന്നെ എങ്ങനെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ പറ്റും? കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ ചങ്കിൽ ചവിട്ടിക്കൊണ്ട്, ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയും ഇഷ്ടപ്പെട്ടൊരു ആൺകുട്ടിയുമായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക തിരുസഭയുടെ CCC 1601 ഇപ്രകാരം പറയാണ്, മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള ഈ ഉടമ്പടിയെ കർത്താവായ ക്രിസ്തു ഒരു പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. മാമോദീസായിലൂടെ ദൈവമക്കളുടെ സ്ഥാനം ഉറപ്പിച്ച 2 വ്യക്തികളാണ്. അവരൊരു ഉടമ്പടിയിലൂടെ ക്രിസ്തു വലിയ ഒരു പദവിയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനാലും കൂദാശ പരികർമ്മത്തിലൂടെ ലഭിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്താലും പരിപോഷിപ്പിക്കപ്പെടേണ്ട കുടുംബജീവിതങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം ആശീർവദിക്കാത്ത വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി വഴി സംഭവിക്കുക എന്ന് പറയുന്നത് സോളമനോട് പറഞ്ഞതാണ്, അവർ നിങ്ങളുടെ ഹൃദയങ്ങൾ അവരുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, കൂദാശ പരികർമ്മം ചെയ്യാൻ കർത്താവില്ല എങ്കിൽ, കർത്താവ് കൂദാശ പരികർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ഉത്തമമായൊരു ക്രൈസ്തവ കുടുംബം, ഉത്തമമായൊരു നല്ല കുടുംബം പടുത്തുയർത്താൻ ആർക്കും കഴിയുകയില്ല. CCC 1624 ഇപ്രകാരമാണ് പറയുന്നത്, ഈ കൂദാശയുടെ റൂകാശന പ്രാർത്ഥന വേളയിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹ കൂട്ടായ്മയായി
പരിശുദ്ധാത്മാവിനെ ദമ്പതികൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ ഉടമ്പടിയുടെ മുദ്രയും അവരുടെ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയായും അവരുടെ വിശ്വസ്തതയെ നവീകരിക്കുകയും ചെയ്യാണ്. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്ത ബന്ധം സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടേണ്ടതാണ്, വറ്റാത്ത ഉറവയാണ്. അതിനാൽ കർത്താവ് പറയാണ്, വിവാഹമോചനം കർത്താവ് വെറുക്കുകയാണ്. മലാക്കി 2:16 പറയുന്നു, ഭാര്യയെ വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 1 കൊറിന്ത്യോസ് 7:10 പറയുകയാണ്, വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത്, അതുപോലെ തന്നെ ഭർത്താവും. ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത്, അതുപോലെ തന്നെ ഭർത്താവും. കാരണം എന്താ? രണ്ടുപേരുടെയും വിവാഹ ഉടമ്പടി കൂദാശ പരികർമ്മം ചെയ്ത സമയത്ത് കർത്താവ് തന്നെയാണ് സാക്ഷി. ഇനി എന്നെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ ജീവിക്കാമെന്നും പറഞ്ഞൊരു ഉടമ്പടി ചെയ്യുമ്പോൾ ആരോടാണ് ചെയ്യുന്നത്? 2 വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയല്ല. 2 വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടിയല്ല. നമ്മുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി. സഭയെയും യേശു ക്രിസ്തുവിനെയും കൂടെ ചേർത്തിട്ടാണ്, മധ്യഭാഗത്ത് നിർത്തിയിട്ടാണ് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന വ്യക്തി ആദ്യം മുറിച്ചു മാറ്റുന്നത് കർത്താവിനെയാണ്. ഞാൻ നിന്നെ എന്നല്ല അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ കർത്താവും സഭയും അവിടെ വരികയാണ്. അങ്ങനെയെങ്കിൽ നിസ്സാര കാര്യങ്ങളിൽ ബന്ധം മുറിച്ച് കളയുമ്പോൾ അവിടെ നേരെ കർത്താവിനെയാണ് മുറിച്ച് കളയുന്നത്. അതാണ് മലാക്കി 2:16 കർത്താവ് പറഞ്ഞത്, വിവാഹമോചനത്തെ കർത്താവ് വെറുക്കുന്നു. കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ് ഞാനും നിങ്ങളും ചെയ്യുന്നുവെങ്കിൽ എങ്ങനെ ഈ ഭൂമിയിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ച്, എങ്ങനെ ഉത്തമമായ ക്രൈസ്തവൻ ജീവിതം നയിച്ച് സ്വർഗ്ഗത്ത് പോകാൻ പറ്റും? കർത്താവ് വെറുക്കുന്ന കാര്യം ചെയ്യുമ്പോൾ കർത്താവിനെ വെറുക്കില്ലേ? നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. മലാക്കി 2:14 പറഞ്ഞില്ലേ, ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവായിരുന്നു സാക്ഷി. ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയാണ്. ഇത് മനുഷ്യനല്ല. എത്രയോ മാതാപിതാക്കളാണ് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് തിരിച്ചു വിടാതെ നിമിഷങ്ങൾ കൊണ്ട് ബന്ധം വേർപിരിച്ചു കളയുന്നു, വിച്ഛേദിച്ച് കളയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്, ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരെ കുരുതി കുടിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുരുതി കുടിക്കുകയാണ്. വിവാഹം മോചിപ്പിച്ചിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി മക്കളെ ഒരുക്കി വിടുകയാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുകയാണ്, മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നുവെങ്കിൽ വ്യഭിചാരം ചെയ്യുകയാണ്. ഇത് പഠിപ്പിച്ചത് അപ്പോസ്തലന്മാരല്ല, ഇത് പഠിപ്പിച്ചത് കർത്താവായ യേശുവാണ്. ഇത് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മക്കളെ നിസ്സാര കാര്യങ്ങളിൽ വിവാഹബന്ധം വേർതിരിച്ചിട്ട് അവരെ വ്യഭിചാരം ചെയ്യുവാൻ വേണ്ടി തള്ളിവിടുന്നതിനും തുല്യമായി തീരുമാനമല്ല. തെറ്റിദ്ധരിക്കരുതും ദുർവ്യാഖ്യാനം ചെയ്യരുതും. വളരെ ഗൗരവപൂർണമായ എടുക്കേണ്ടതെന്നാണ് മക്കളുടെ കുടുംബജീവിതം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പിണങ്ങി വരുമ്പോൾ 1-2 ദിവസം ചേർത്ത് പിടിച്ചിട്ട് തിരിച്ചു പറഞ്ഞു വിടണം അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി. അവിടെയാണ് ജീവിക്കേണ്ടത്. ഏതൊരപ്പനും ഏതൊരമ്മയ്ക്കും ഒരു കടമയുണ്ട്. മക്കളെ കല്യാണം കഴിച്ച് അയക്കുമെന്ന സമയത്ത് നല്ലൊരു ഉപദേശം കൊടുക്കാൻ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു വരുന്ന ഒരു വിഷയം ഇതാണ്,
കർത്താവിൻ്റെ കൃപയിൽ മാത്രമേ ഉത്തമമായ കുടുംബജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. പൗലോസ്ലീഹയും പറഞ്ഞു, ഇതൊരു രഹസ്യമാണ്. ഇതൊരു രഹസ്യമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേരും. അവർ ഒരു ശരീരമായി തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തലയിടാനായിട്ട് പോകരുതും. സുവിശേഷത്തിനും വചനത്തിനും എതിരാണ്, ദൈവത്തിനെതിരെ ചെയ്യുന്ന തിന്മയാണ്. നമ്മുടെ മക്കളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വപ്നമാണ്. ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബങ്ങൾ നമ്മൾ ശിഥിലമാക്കിയാണെങ്കിൽ കർത്താവിൻ്റെ സ്വപ്നത്തിൻ്റെ മേലാണ് നമ്മൾ കൈവെക്കുന്നത്. അത് മാതാപിതാക്കളാണെങ്കിലും നാത്തൂനാണെങ്കിലും. ചില സ്ഥലങ്ങളിലെ ആങ്ങള വിവാഹത്തിന് മുമ്പ് പെങ്ങളെ ഒരുപാട് കെയർ ചെയ്തതുകൊണ്ട് പെങ്ങൾ പിന്നെ ആങ്ങളെ കെട്ടിക്കൊണ്ടു വന്നാലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഈ പെങ്ങൾ സമ്മതിക്കുകയില്ല. അല്ലയോ സഹോദരി, നിനക്ക് മക്കളുണ്ടാവും. ഭാവിയിൽ നീ ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യേണ്ടി വരും. ഏതെങ്കിലും പെൺകുട്ടിയുടെ കണ്ണുനീര് നിന്റെ കുടുംബത്തിൽ വീണാൽ അത് നിന്റെ മക്കളെ വേട്ടയാടും. അത് ചരിത്രമാണ്. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് നിന്റെ ആങ്ങള നിന്നെ സ്നേഹിച്ചു, നിനക്കെല്ലാം തന്നുവെങ്കിൽ വിവാഹത്തിന് ശേഷം ആ കെട്ടിയ പെണ്ണിനുള്ളതാണ് അദ്ദേഹം. അവരൊരു ശരീരമായി തീരുകയാണ്. വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് അനേകര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് കുടുംബജീവിതങ്ങളെ തകർക്കാനായിട്ട്. സഹോദര സഹോദരി, രഹസ്യം തിരിച്ചറിയും. ഞാനും നിങ്ങളൊരു കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വപ്നത്തെ, ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്തിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:22 പറയുന്നു, ഉത്തമമായ ഭാര്യയെ കണ്ടുപിടിക്കുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങളുടെ ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ, ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു ആയുസ്സോളം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു ആയുസ്സോളം പ്രാർത്ഥിക്കണം. തോബിത്ത് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അബ്രഹാം ഇസഹാക്കിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കണം. പിന്നിൽ പ്രാർത്ഥന കൊണ്ട് ഒരു കോട്ട കെട്ടണം. കോളേജിൽ പോയി, സ്കൂളിൽ പോയി, ജോലിക്ക് പോയി തിരിച്ചു വരുന്നതുവരെയും പ്രാർത്ഥന കൊണ്ട് ഒരു കോട്ട മാതാപിതാക്കൾ കെട്ടണം. ഇല്ലെങ്കിൽ അവർ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴി പിണഞ്ഞു പോയി നഷ്ടപ്പെടാൻ ഏറെ സാധ്യത ഈ കാലഘട്ടത്തിൽ ഉണ്ട്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആരുടെയും കുടുംബജീവിതം തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുരുഷ, നീ നിന്റെ മാതാപിതാക്കളെ വിടണം. ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ, നീ നിന്റെ മാതാപിതാക്കളെ വിടണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാകണം. എന്നിട്ട് അവരെ ഹൃദയം കൊണ്ട് അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് മുമ്പിലൂടെ സഞ്ചരിക്കുക. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇങ്ങനെയാണ്: സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരുത്തനും പെണ്ണു കൊടുക്കരുത്. സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം. പെണ്ണ് ചോദിച്ചു വരുന്നവന് നിങ്ങളത് കൊടുത്തോ ആവശ്യമുള്ളത്. ഈ ലോകത്തിൻ്റെ ഭൗതികത മോഹിച്ചു വരുന്ന ആർക്കും വിവാഹബന്ധത്തിലേക്ക് തള്ളിവിടരുത്. കാരണം അവൻ സ്നേഹിക്കുന്നത് ധനത്തെ ആയിരിക്കും, സ്ത്രീയെ ആയിരിക്കില്ല. അവൻ സ്നേഹിക്കുന്നത് ഡിഗ്രി ആയിരിക്കും, സ്ത്രീയെ ആയിരിക്കത്തില്ല. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ദൈവമകനാണ്, ദൈവമകളാണെന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ മകളെ സ്നേഹിക്കും, തൻ്റെ മകനെ സ്നേഹിക്കും എന്നുറപ്പുവരുത്തുക. അമ്മായിമ്മ പോരും മരുമകൾ പോരൊക്കെ ഈ കാലഘട്ടത്തിൽ അവസാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്വർഗീയ കുടുംബം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.